ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. എർത്ത് ടെസ്റ്ററിൽ നിന്നുള്ള MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ആൻ എർത്ത് ഇലക്ട്രോഡ്? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, ഇലക്ട്രോഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എർത്ത്. ഓപ്ഷൻ ബി, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എർത്തിങ്. ഓപ്ഷൻ സി, ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട്. ഓപ്ഷൻ ഡി, ഇലക്ട്രോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ മെയിൻസ്. എർത്ത് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിനെ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, അതാണ് എർത്ത് ഇലക്ട്രോഡ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എർത്തിങ്. Question number 2. How is the condition of earth electrode measured? Option A, by measuring the voltage. Option B, by measuring the current. Option C, by measuring the power. And option D, by measuring resistance. ഒരു എർത്ത് ഇലക്ട്രോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ബൈ മെഷറിങ് റെസിസ്റ്റൻസ്. എർത്ത് ഇലക്ട്രോഡിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Next question. The earth resistance can be measured by using option A, fall of potential method. Option B, using an earth tester. Option C, ductor ohmmeter method. And option D, both A and B. എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരുന്നത്? ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആൻഡ് യൂസിങ് ആൻ എർത്ത് ടെസ്റ്റർ. ഓപ്ഷൻ എ ആൻഡ് ബി both are correct. So answer is option D, both A and B. Question number 4. Earth tester is used to measure earth terminal resistance in which the generated DC is converted to AC by a current reverser. What is the reason for using AC supply for resistance measurement? Option A, reducing error due to electrolytic EMF. Option B, AC has a sine waveform. Option C, AC resistance is greater than DC resistance. Option D, AC waveform is pulsating in nature. ഇപ്പോൾ ഒരു എർത്ത് ടെസ്റ്ററിൽ നമ്മൾ DC ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ DC ജനറേറ്ററിൽ നിന്നുള്ള DC കറണ്ട് റിവേഴ്സറിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ദിസ് വിൽ ചേഞ്ച് DC ഇൻറ്റു AC. ഈ AC ആണ് നമ്മൾ എർത്ത് ഇലക്ട്രോഡിലേക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് സോയിലിൽ ഉണ്ടാവുന്ന ബാക്ക് EMFൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, റെഡ്യൂസിങ് എറർ ഡ്യൂ ടു ഇലക്ട്രോളിറ്റിക് EMF. സോ AC ഈസ് ഗിവൺ ടു ദ എർത്ത് ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ്. അതേസമയം എർത്ത് ടെസ്റ്ററിൽ PMMC ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിലേക്ക് DC ആണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് AC ടു DC കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു റെക്റ്റിഫയറും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ എർത്ത് ഇലക്ട്രോഡിലേക്ക് AC കൊടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് റിവേഴ്സർ ഈസ് യൂസ്ഡ് which will convert DC into AC. Question number 5. An earth tester is a special type of measure with some additional constructional features. What are these features? Option A, rotating current reverser and inverter. Option B, rotating current reverser and rectifier. Option C, voltage transformer and rectifier. Option D, current transformer and inverter. ഇപ്പോൾ ഒരു എർത്ത് ടെസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഏതൊക്കെയാണ് എർത്ത് ടെസ്റ്ററിൽ വരുന്നത്? റൊട്ടേറ്റിംഗ് കറണ്ട് റിവേഴ്സർ ആൻഡ് റെക്റ്റിഫയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. റൊട്ടേറ്റിംഗ് കറണ്ട് റിവേഴ്സർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DC ടു AC കൺവേർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് AC ഈസ് ഗിവൺ ടു ദ എർത്ത് ഇലക്ട്രോഡ് അണ്ടർ ടെസ്റ്റ്. ആൻഡ് റെക്റ്റിഫയർ ഈസ് യൂസ് ടു കൺവേർട്ട് AC to DC, and this DC is given to the PMMC instrument. So answer is option B, rotating current reverser and rectifier.